guys, welcome back to V-Dogs. Guys, അപ്പോൾ ഇന്നത്തെ ചലഞ്ച് guess the movie challenge. അപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും നമ്മൾ നേരത്തെ ചെയ്ത ചലഞ്ച് ആണ്. അല്ല, ഇത് പുതിയ ചലഞ്ചാണ്. ഞാൻ റൂൾ പറഞ്ഞുതരാം. ഒരു മൂവിയിലെ ആക്ടറിന്റെ ഫോട്ടോയും ആക്ട്രസിന്റെ ഫോട്ടോയും അല്ലെങ്കിൽ ആ മൂവിയിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സീക്വൻസ് ഉണ്ടാവുമല്ലോ, ആ സീക്വൻസിന്റെ ഏതെങ്കിലും ഒരു ഫോട്ടോയും കാണിക്കും. എന്നിട്ട് ആ മൂവി അതൊന്ന് ഗസ് ചെയ്യണം. സോ ഇതാണ് ചലഞ്ച് വരുന്നത്. അതാണ് ചലഞ്ച്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് വീഡിയോ ലൈക്ക് അടിക്കത്തില്ല. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറക്കാം. സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ റോഡ് ടു 1 million സബ്സ്ക്രൈബേഴ്സ് ആണ്. സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടേക്കുക. വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ടീമായിട്ടാണ് ഇത് ഗെയിം കളിക്കാൻ പോകുന്നത്. ആൻഡ് ഇന്നത്തെ ടീം ഇന്നത്തെ ടീം നമുക്ക് ടീമിന്റെ പേരുണ്ടോ? ഞങ്ങള് അതൊക്കെ ജക്ടന്റെ ജക്ക്, കൊമ്പന്റെ കൊമ്പ്, ജക്കോം അല്ലെങ്കിൽ അയ്യോ അന്ന് എന്റെ കെ അല്ലേ? അപ്പൊ എന്തായാലും ഫസ്റ്റ് റൗണ്ടിലേക്ക് പോയാലോ? എന്നോട് പറഞ്ഞിട്ട് പറയണ്ടേ ഡിസ്കസ് ചെയ്ത് ഞാൻ പിന്നെ ടീമേറ്റ് അല്ല ഇയാളുടെ. എന്തിനാണോ ചാടിക്കറി പറയണ ഇയാള്? സമയമുണ്ട് കേട്ടാ, ഒരു സമയമുണ്ട്. അതൊന്നും പറഞ്ഞിട്ടില്ല. ബ്രോ ഇങ്ങനെ നോക്കിയേ, ഇതാ മറ്റേ പടം ഏതറിയാവോ? ഇവരാ മറ്റേ അമ്പലത്തിൽ പോവില്ലേ അവിടെ, ഒരു ലോഡ്ജിൽ കയറില്ല. ആ ലോഡ്ജിൽ കിടക്കണ സത്യം ഇങ്ങനെ സ്വപ്നം കൂടാ. എന്താ പറഞ്ഞ സ്വപ്നം കൂടാ. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് ലെറ്റ്സ് ഗോ. ബിഗ് ബ്രോ. മാറിപ്പോയതാ. ക്രൂജി മൈനസ് ഉണ്ടോ? ഉണ്ടല്ലേ? അപ്പൊ 0-0. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റിലേക്ക് പോയാലോ? മറ്റേത് 1 2 3 ദാവീദ്. അയ്യോ നീ പറഞ്ഞോണം കേട്ടാ. ആദ്യം അവിടുത്തെ കാര്യം എന്റെ പോലെ ചുക്രനായിട്ട് ബാക്കില് പൊന്മാൻ കിട്ടിയില്ലേ? വായി കിട്ടിയില്ല. അപ്പൊ നമ്മുടെ പോയിന്റ് 1 and 0. മോട്ട പോരട്ടെ. മരണമാസ്. ഓ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവന്റെ അടുത്താണ് വാദം ചോദിച്ചത്. ബ്രോ ഇവിടെ ജയിക്കും. 3-0. ഞങ്ങള് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. എന്ത് ബ്രോ, നിങ്ങൾ സ്പോർട്സ്മാൻ മീറ്റിൽ എടുക്കാൻ വന്നാണോ ജയിക്കാൻ വന്നാണോ? ഞങ്ങൾ ജയിക്കാമെന്നാണ് ബ്രോ. പിന്നെ ജയിക്കേ പറ. കൊച്ചിങ് കാണിക്കട്ടെ. നെക്സ്റ്റ് വൺ പ്ലീസ്. മണിച്ചിത്രത്തായി. അതെന്താ? തുടരും. മണിച്ചിത്രത്തായി. ശോഭന ഇതും ഇപ്പൊ വന്ന പടമല്ലേ തുടരും. ആദ്യമേ നിങ്ങൾ ആലോചിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നീ കൈ വെക്കുക, എന്നിട്ട് നീ ഇവനോട് പറയേ. അതാണോ ഡിസ്കസ് ചെയ്യുക? ഞാനും കണ്ടില്ല, എനിക്ക് അറിഞ്ഞൂടാ. എന്നാ പിന്നെ പറയാം ബസൂക്ക. എന്തിനാണ് പറഞ്ഞത്? അത് നമുക്ക് ഇഷ്ടംപോലെ പോയിന്റ് ഉണ്ടല്ലോ കളയാനായിട്ട്. മറ്റേ പഴയ കഥ പറയുന്ന ടൈമിലുണ്ടോ? ഉണ്ടാവും. അതുണ്ടാവും, എനിക്ക് തോന്നുന്നുണ്ട് അതുണ്ടാവും. ഷൈലോക്ക്. ഏതാ പടം? ഞാനും കണ്ടില്ല. നമുക്ക് പോയിന്റ് ഉണ്ടല്ലോ ഇഷ്ടംപോലെ. പോയിന്റുകളൊപ്പം നമുക്ക് കളയാം. അടുത്ത പോസ്റ്റ് കാണിച്ചേ. ആനന്ദം. ഓ ആനന്ദം.
ബ്രോ അറിഞ്ഞ പേര് കിട്ടിയിട്ട് പറഞ്ഞാൽ മതി കൈ വെക്കാൽ മതി. രണ്ട് അടുത്ത് പോട്ടെ കണ്ണൂർ സ്കോഡ് 3-1. നമ്മുടെ സ്കോറത്തിനെ കുറക്കണേ നീ. പിന്നെ 3-2. നീ കൂട്ടണ്ട അവിടെ നീ. നമ്മളെ ജയിക്കത്തുള്ളൂ ബ്രോ. കുറച്ച് പറയും അതുകൊണ്ട് വിട്ട്. അടുത്ത് പോട്ടെ. നീലാകാശ പച്ചക്കടൽ താഴെ ഒരു ഭൂമി. ഏഞ്ചലല്ലേ എന്തേനി പൂമ്പാറ്റഗിരി. അതാണ് എനിക്ക് ആ സാധനം കിട്ടിയായിരുന്നു. പക്ഷേ ഇതിന് പേര് ആൻമരിയ കലിപ്പിലാണ്. അടുത്ത് പോരട്ടെ. ചാർലി ചാർലി. അതെ ടെസയോട് ഒന്ന് പറ പൂരങ്ങളുടെ ഇടയിൽ ഞാൻ കാണുന്നു. പറയാട്ടാ. നെക്സ്റ്റ് 1 2 അങ്കമാലി ടെറസ്. അങ്കമാലി ഡയറീസ്. എടുത്തു. നല്ല lag എടുത്ത്. Guys, 3-3 താടി വിളിച്ചോളാം. സത്യം പറഞ്ഞ അമ്മാവൻ പറഞ്ഞു കൊടുത്ത ഞാനാ. അത് പറഞ്ഞ എന്താ സാധനം എന്താ? അത് ജോലയും കാണിക്കും. നമ്മുടെ ടീമിൽ അത് ജൗലൈൻ. നമ്മുടെ ടീമിൽ വേണ്ടി കണ്ടോ നോക്കി വെള്ളം കാണ്ടഹ. ഇതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നേ. ഞാൻ ഓർക്കുന്ന പോലില്ല. 3-4. ഞങ്ങൾ പുറകിലുണ്ട് ബ്രോ. പുറകിലല്ലേ? ഞങ്ങള് ജയിച്ച പോലെ അങ്ങ് ഇതാ. അയ്യോ സംഭരിമ്പത്രയും. പക്ഷെ അതിന്റെ പേരെനിക്കറിയാൻ മേലെ പോയ പടത്തിന്റെ അത് 90s കിട്ടോ. നമ്മളത് പറയുന്നില്ല. അതിനകത്തല്ലേ മറ്റേ അത് ആരാണ് റിവീൽ ചെയ്യാത്തത്. ഓക്കെ അപ്പൊ 5-3. മമ്മൂട്ടി, ദിലീപ് അല്ല കാവ്യമാധവൻ, ബിജു മേനോൻ. സിനിമ പേരുടെ എന്തെങ്കിലും ഒരു clue ആണോ? അതെനിക്ക് മനസ്സിലായി. അത് നമ്മൾ പറയണ കേട്ടല്ലോ. അത് മനസ്സിലായി. നീ അതൊക്കെ അത് വേണ്ട. അത് പിന്നെ അന്ന പിന്നെ അതൊന്നും പറ്റത്തില്ല. അത് വേണ്ട. അത് അങ്ങനെ കൊടുക്കണ്ട. അതാ മനസ്സിലായി പേര് തൊള്ളയിട്ടില്ല വ്യാപാരി. ആണ് അത് ഇയാൾ ഇതൊക്കെ കണ്ടു. ഞാനൊന്നും കണ്ടിട്ടില്ല. വെന്നീസിലെ വ്യാപാരിയാ. ആണ് അതെ കാണാതെ കുറച്ച് മുന്നേ അതൊന്നും 90s ആണെന്ന് പറയണ്ട. അതൊക്കെ സിനിമ 90s 2K തങ്ങുന്നില്ല ഇവിടെ. ഓക്കെ 6-3 ആവുന്നുണ്ടല്ലേ നീ CID മൂസാൻ അല്ലടാ. നീ മറ്റേ മണിച്ചിത്രാഴി ഉണ്ടല്ലേ? പാണ്ടിപ്പടമല്ലടാ നീ. അതിപ്പോ ഇതൊക്കെ 2K ഇറങ്ങിയതാ. മണിച്ചിത്രത്ത് താഴോ? മണിച്ചിത്ര താഴോ? അത് 99 രാമലീല. രാമലീല എനിക്ക് കിട്ടിയാലും സാധനം. 4-6. സോ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ അടുത്ത റൗണ്ടിലേക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ഇതിനകത്ത് റൂൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഒരു പിക്ചറായും കാണിക്കാം. അതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നോക്കും. അതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത പിക്ചർ കാണിക്കും. അതും കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അടുത്ത പിക്ചർ കാണിക്കും. അങ്ങനെയാണ്. ആദ്യം ആ പിക്ചേഴ്സ് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കൈ പോക്കുക, ഉത്തരം പറയുക, മാർക്ക് മേടിക്കാം. ഓക്കെ നമുക്ക് പിടിക്കാം. അടുത്ത ക്ലൂ പണി കിട്ടിയാലേ. അവളുടെ പേര് എന്തിട്ടാ? എന്താ നിങ്ങളെ പ്ലാൻ എന്താ? മറ്റേ സിനിമ അടുത്ത ക്ലൂ കാണിച്ചോ. അടുത്തൊരു പടം ഇറങ്ങിയില്ലേ? എനിക്കറിയില്ല. പടം ഇറങ്ങി. എന്ത് ഇടയ്ക്ക് ഒരു പടം ഇറങ്ങി? ഇതെന്താ ജെംസാ? നിങ്ങളത് എന്താണ് ഈ നാട്ടാര് ബേബി. അതാണ്. ഇപ്പൊ കൈവെക്കിന ഇറങ്ങിയ പാടല്ലേ? അതാ ഞാൻ പറഞ്ഞ ബേബിയാണ്. ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ് ബ്രോ പണ്ടത്തെ അല്ല ഇപ്പത്തെ റയർ ആയിട്ട് അറിയാം. ഞാൻ പറഞ്ഞുതരാം. അതല്ല റൺ ബേബി റണ്ണ. ഞാൻ പറഞ്ഞുതരാം. അതാണ് ഈ പടം. റൺ ബേബി റൺ. അതല്ല അത് മമ്മൂട്ടിയുടെ പടാന്ന് ഇവിടെ തൊള്ളേ കിടന്ന് പേരിട്ടണ്ടേ പേര്. റൺ ബേബി റൺ. അത് ബ്രോ കറക്റ്റ് ആയിട്ടുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. അവരെ കൊണ്ട് പറയിപ്പിക്കാനൊന്നും പറഞ്ഞില്ല ബ്രോ. ഇത് തന്നെയാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. നമുക്ക് പറഞ്ഞാൽ ബേബി ഉണ്ട്, റണ്ണുണ്ട്. അത് ഇടയില് ബ്രോ പറയണ്ട പറയുന്നില്ല. ആദ്യം പൊക്കിയൊന്നും കളഞ്ഞേക്കല്ലേ. പൃഥ്വിരാജ്. നെക്സ്റ്റ് ഓക്കെ നെക്സ്റ്റ് വൺ. ഈ സത്യം ഇവര് സത്യം അമ്മാമാരെ പറഞ്ഞേ. അമ്മാമാരിങ്ങനെ
റോബിൻഹുഡ്. ഞങ്ങൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. നമ്മുടെ ലിസ്റ്റിൽ സബ്ജക്ട് കൂടെ ഉണ്ടായിരുന്നു, റോബിൻഹുഡ് ഉണ്ടായിരുന്നു, പിന്നെ ലോലിപോപ്പ് ഉണ്ടായിരുന്നു, എസ്സർ ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു നമ്മള് ജയിച്ചില്ലേ? പോയിന്റ് എത്ര? 6-4. ഞാൻ അവർക്ക് അവസരം കൊടുക്കട്ടോ, അവർ തെറ്റിച്ച് പോയിന്റ് കൊടുട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. നെക്സ്റ്റ് വൺ. തേങ്ങ. അതന്നെയല്ലേ? എന്റെ നെക്സ്റ്റ് ക്ലോസ്. വാലാട്ടി. പോയിട്ടോ അല്ലേ? പിന്നെ റിംഗ് മാസ്റ്റർ ആണോ? നമ്മളത് രണ്ടും 5-6 ബ്രോ. കൂട്ടുകാരെ ഞാൻ പറഞ്ഞു നിങ്ങൾക്കല്ലേ വലിയ ടെൻഷൻ, നമ്മള് കേറുന്നില്ല. നെക്സ്റ്റ് വൺ. പഠിക്കും. നീ എന്തിനാണ് പറഞ്ഞ? ഇനി എന്തോ വരാൻ കെടുക്കണ്ടാ, കൊറേ കെടുക്കണ്ട് ഫിലിം. എന്ത് ഇഷ്ടം പോലെ പടം പറയണ്ടെന്ന് വിചാരിച്ചു പറഞ്ഞല്ലേ. നന്നായി, ഇനി ഞങ്ങൾ പറയത്തില്ലല്ലോ. 2 നെക്സ്റ്റ് കൊടുക്കാൻ പറ്റുവാ? ദൈവമേ, മനസ്സിലായത് നിനക്ക്? ആ സിംഗപ്പടയുടെ രാജാവേ, നാട്ടുരാജാവേ രാജാവേ, നാട്ടുരാജാവേ ചിങ്കമ്പടയുടെ രാജാവേ, അമ്പില്ലാത്തൊരു രാജാവേ, കക്കാനാക്കൊരു രാജാവേ, വാളെടുക്കുന്ന രാജാവേ. ആ വണ്ടിയിലല്ലടാ നാട്ടുരാജാവ് ഇറങ്ങി വരാറുണ്ട്. നാട്ടുരാജാവേ രാജാവേ, മമ്മൂട്ടിയുടെ റോള് പറഞ്ഞ വക്കീലല്ലേ? സൗകര്യമില്ല. ആടാ വക്കീല. എനിക്കറിയാം. ഇയാളുള്ളോണ്ടാ കൺഫ്യൂസ്. ഇപ്പൊ നമുക്ക് ഇല്ല, വിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആൻസർ. നരസിംഹം ഞങ്ങൾ പറഞ്ഞ തൊലി തന്റെ ചെവിയിലും വരം പതുക്കെ നാട്ടുരാജാവിലോട്ട് കൊണ്ടുപോയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോരട്ടെ? പൊളിക്കരുത് എന്നോട് ചോദിച്ചിട്ട് പറയല്ലേട്ടാ, മൂന്നാമത്തെ പറഞ്ഞാൽ മതി. പറയരുത്. നെക്സ്റ്റ് പോലെ സിംഗപ്പടയുടെ രാജാവേ, കട്ടാതിരിയുടെ രാജാവേ, വാളെടുക്കുന്ന രാജാവേ, തീയായി വരുന്ന രാജാവേ, മാനവടക്കുന്ന രാജാവേ, തിരിതിരിക്കുന്ന രാജാവേ, കണ്ടറക്കുന്ന രാജാവേ, നാട്ടുരാജാവേ രാജാവേ. ഈ പ്രായത്തിലെ ഒരു കുട്ടികളായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ജയിക്കുന്നവരൊക്കെ പാടും. അപ്പൊ നെക്സ്റ്റ് റൗണ്ടിലേക്ക് ഇല്ല, ഞാൻ കൈ പൊക്കൂല ബ്രോ. ഞാൻ അങ്ങനെ കൈ പൊക്കത്തില്ല ബ്രോ. അത് മാത്രമൊന്നും പറയാം. പിന്നെ ടോവിനോട് ഇഷ്ടം പോലെ പറഞ്ഞിട്ടുള്ളൂ. ആരത്? മാമിതൊന്നുമില്ല. അതല്ല അതല്ലേ ഫോറൻസിക്. മറ്റൊരു സിനിമയില്ലേ മായനദി ഞാൻ അവളെ ഞാൻ അവളെന്ന് വിചാരിച്ചു. അവളല്ല ഇത്. നെക്സ്റ്റ് വൺ. ക്രിസ്ത്യൻ പ്രദേശം അല്ല. ഫുള്ള് എല്ലാം കിട്ടോ. അവരുണ്ട്. ഞങ്ങൾ നേരത്തെ പറഞ്ഞു. പറഞ്ഞിട്ട് ക്രിസ്ത്യൻ പ്രദേശം 2020. ഓക്കെ. അപ്പൊ എത്രയായി? 6-5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ആഴക്കടലിന്റെ നെക്സ്റ്റ് അമ്പിളി മാമനെ പണ്ടത്തെല്ലാം പടമായിരിക്കും. നെക്സ്റ്റ് ഏതാ? നെക്സ്റ്റ്
ആ നമ്മളെ ജക്ടർ. അതിശയൻ എനിക്ക് ഇപ്പഴും കിട്ടിയില്ലായിരുന്നു. അതിശയൻ താളൊന്നും കാണുന്നില്ലല്ലോ ഇപ്പൊ. ഒന്നും പറയണ്ട. വീടടാ ഇതിപ്പോ താളം വീടടാ. പോലെ വെച്ചാളല്ലേ എന്താ എന്ത് ചെയ്ത് 2K പടല്ലേ? അല്ലേ 2K അറിഞ്ഞൂടായിരുന്നു അറിഞ്ഞൂടെ കൈവക്കി എന്തിനാ അറിയാം. Just kidding. So guys, അപ്പൊ എന്തായാലും നമ്മുടെ ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ക്രൂ അങ്ങനെയാണ് പറഞ്ഞത്. challenge തീർന്നു. പ്രശ്നമൊന്നുമില്ല. നമുക്ക് അന്തസ്സായ ഒരു സ്കോർ ഉണ്ട്. എന്ത്? മിണ്ടാതിരുന്നാണോ പൊരുതിയെ? നമ്മൾ അടിപൊളിയായിട്ട് കളിച്ചു. ഞങ്ങൾ വെറുതെ ഇരിക്കാതെ അതെ. സ്കോർ ഇട്ടു. 5 നമ്മള് മേലെ കേറി താഴെ വന്നു ഇറങ്ങി ഒരുപാട് സ്കോർ അപ്പറായി പിന്നെ തിരിച്ചു വന്നു കേറി. ബ്രോ അത് ഓക്കെ നിങ്ങൾ നമ്മൾ പറയുന്നില്ല. നമ്മൾ കളിച്ചത് നമ്മളെ കുറച്ച് പ്രോത്സാഹിപ്പിക്കും. അല്ലാതെ നമ്മളെ താഴ്ത്തി കെട്ടുക. ഒരു 10 ടീം ഉണ്ടെങ്കിൽ നീ ഇപ്പൊ 2ാം പൊസിഷൻ കിട്ടാണെങ്കിൽ ഓക്കെ. ഇത് ആകെ 2 ടീമുള്ളൂ. അതിന്റെ അവസാനം 2 ടീം 10 ടീം 3 ടീം ഉണ്ടെങ്കിൽ 2 വർഷം വന്നിരുന്നു. രണ്ടുപേരല്ലേ ഉള്ളൂ. ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. സോ ഗൈസ്, അപ്പോൾ എന്തായാലും എഡ്വിൻ ആൻഡ് ഷമീറിന്റെ ടീമിന് 5 പോയിന്റ് ആണ്. ആൻഡ് ചക്രമേമി ആൻഡ് നമ്മുടെ ടീമിന് നല്ല കളിയായിരുന്നു കേട്ടോ. വേണ്ട, അത് നമുക്കറിയാം. നമ്മൾ കളിയാളി അതിന്റെ പ്രത്യേക നന്നായിട്ട് കളിച്ചു ബ്രോ. അതിന്റെ ആവശ്യമില്ല. നമ്മള് അപ്രീഷിയേഷൻ ചെയ്യുന്നതിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ. ആൾക്കാര് നിങ്ങൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. ഞങ്ങൾ ചെയ്തു. അത് മേടിക്കാതിരിക്കുന്നതാണ്. ഒരു ഗിഫ്റ്റ് തരാൻ നേരത്ത് അത് 2 കൈയോടെ അങ്ങനെ പഠിച്ചു പോയത്. അതിന്റെ വിഷയക്കാര് അതിന്റെ പ്രശ്നം അല്ല. നിങ്ങൾ 1099 അല്ലേ ജനിച്ചേ? അല്ലല്ലോ 1000 എന്ത് നിങ്ങൾ ആരും ആദ്യം ആവുകയാ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ബൈ ഗൈസ്, ലവ് യു.